തീർച്ചയായിട്ടും ഇന്ത്യൻ 11 എന്ന് പറയുമ്പോൾ ഒരു ശക്തമായ ടീം തന്നെയാണ്. ശുഭ്മാൻ ഗിൽ നമുക്കറിയാം, ഒരു വലിയൊരു തലമുറ മാറ്റത്തിന് ശേഷം ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ അദ്ദേഹം ക്യാപ്റ്റനായി അവരോധിക്കപ്പെട്ടു. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കരുണ് ഇന്ത്യൻ ടീമിലേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു അവസരം കൂടി കൊടുക്കാമായിരുന്നു. പക്ഷേ ഇംഗ്ലണ്ട് സീരീസിൽ അദ്ദേഹത്തിന് 8 ഇന്നിംഗ്സിൽ ആകെ 205 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ശ്രേയസ് അയ്യർ നമ്മൾ പ്രതീക്ഷിച്ചൊരു പേരായിരുന്നു. പക്ഷേ ശ്രേയസ് BCCയോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടു, റെഡ് ബോൾ ക്രിക്കറ്റിൽ ഒരു 6 മാസം വിശ്രമം വേണമെന്നത്. നമസ്കാരം, പ്രിയ പ്രേക്ഷകർക്ക് ടാക്ട്രിക്സിലേക്ക് സ്വാഗതം. വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2 മത്സരങ്ങളാണ് വെസ്റ്റ് ഇൻഡീസിനെതിരെ കളിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ടീമിനെ കുറിച്ച് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. നമുക്കൊപ്പം MSK ഉണ്ട്. MSK, എങ്ങനെയാണ് ആ ഒരു 11 കാണുന്നത്? തീർച്ചയായിട്ടും ഇന്ത്യൻ 11 എന്ന് പറയുമ്പോൾ ഒരു ശക്തമായ ടീം തന്നെയാണ്. ശുഭ്മാൻ ഗിൽ നമുക്കറിയാം, ഒരു വലിയൊരു തലമുറ മാറ്റത്തിന് ശേഷം ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ അദ്ദേഹം ക്യാപ്റ്റനായി അവരോധിക്കപ്പെട്ടു. ആ ഒരു പരമ്പരയിൽ ഇംഗ്ലണ്ടിന്റെ മണ്ണിൽ ചെന്ന് ഒരു 2-2 എന്നുള്ള രീതിയിൽ സമനിലയൊക്കെ പിടിച്ചു. ഒരു ക്യാപ്റ്റൻസി എന്ന നിലയിൽ ശുഭ്മാൻ ഗിൽ വളരെയധികം പ്രശംസകൾ അർഹിച്ച, അല്ലെങ്കിൽ അത്രയും രൂപത്തിൽ ക്യാപ്റ്റൻസി നല്ല രീതിയിൽ കൊണ്ടുപോയ ഒരു സീരീസാണ് കഴിഞ്ഞത്. അപ്പം ഈ സീരീസിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ടീമിൽ ഇല്ലാത്ത 2-3 പേരുണ്ട്. ഒന്ന് ഋഷഭ് പന്ത് കഴിഞ്ഞ സീരീസിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. അതിന് ഇടയ്ക്ക് ആ പരമ്പരയ്ക്കിടെ അദ്ദേഹത്തിന് കാലിന് പരിക്കേറ്റിരുന്നു. അദ്ദേഹം ഇല്ലാത്ത ഒരു ടീമാണിത്. അതിനൊപ്പം തന്നെ കരുൺ നായർ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പ്ലീസ് ഗീവ് മീ വൺ മോർ ചാൻസ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഏതാണ്ട് 2022 അങ്ങനെ ഒരു ട്വീറ്റ് ചെയ്തു. 2025 വീണ്ടും ആഭ്യന്തര ക്രിക്കറ്റിലെ തകർപ്പൻ ഫോമിൻ്റെ പുറത്ത് അദ്ദേഹം ടീമിലേക്ക് എത്തി. പക്ഷേ ഒറ്റ പരമ്പര കൊണ്ട് അദ്ദേഹം പുറത്താക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഈ ടീമിൽ നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന് അവസരം ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത. പിന്നെ ഒരു രവീന്ദ്ര ജഡേജയാണ് ഇപ്പോഴത്തെ വൈസ് ക്യാപ്റ്റൻ. രവീന്ദ്ര ജഡേജ എന്ന് പറയുമ്പോൾ ഒരുപാട് വർഷമായിട്ട് ഇന്ത്യക്ക് വേണ്ടി കളിച്ചിരുന്ന താരമാണ്. കഴിഞ്ഞ സീരീസിൽ ഋഷഭ് പന്തായിരുന്നു വൈസ് ക്യാപ്റ്റൻ. അപ്പോൾ ഋഷഭ് പന്ത് മാറിയപ്പോൾ പരിക്കാരന് മാറിയപ്പോൾ ഒരു ഹോണററി ബിരുദം, അല്ലെങ്കിൽ ഹോണററി ഒരു അംഗീകാരം എന്നൊക്കെ പറയുന്നത് പോലെ രവീന്ദ്ര ജഡേജയെ വൈസ് ക്യാപ്റ്റൻ ആക്കിയിട്ടാണ് ഈ ടീമുള്ളത്. കൂട്ടത്തിൽ ഏറ്റവും സീനിയർ കൂടിയാണ് ജഡേജ. അതെ. അപ്പം തന്നെ നമ്മൾ MSK പറഞ്ഞു വെച്ചാൽ കരുൺ നായരിലേക്ക് തന്നെ വരാം. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കരുണ് ഇന്ത്യൻ ടീമിലേക്ക് വരുന്നത്. വലിയ പ്രതീക്ഷ, കാരണം ഡൊമസ്റ്റിക്കിൽ മികച്ച രീതിയിലാണ് അദ്ദേഹം കളിച്ചത്. വിദർഭയുടെ രഞ്ജി കിരീട നേട്ടത്തിൽ വലിയ പങ്ക് വഹിച്ചു. ഫൈനലിൽ ഉൾപ്പെടെ കേരളത്തിനെതിരെ സെഞ്ചുറി ഉൾപ്പെടെ നേടിക്കൊണ്ട് മികച്ചൊരു കംബാക്ക് തന്നെയായിരുന്നു ഇന്ത്യൻ ടീമിലേക്ക് എത്തിയത്. പക്ഷേ ഇംഗ്ലണ്ട് സീരീസിൽ അദ്ദേഹത്തിന് 8 ഇന്നിംഗ്സിൽ ആകെ 205 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ ബാറ്റ്സ്മാൻമാർ പലപ്പോഴും വെള്ളം കുടിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടായിരുന്നു. ആ സീരീസിൽ നല്ല അവസരങ്ങളുണ്ടായിരുന്നു, കൃത്യമായ അവസരങ്ങളുണ്ടായിരുന്നു. 4 ടെസ്റ്റിൽ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. അതെ, അതിൽ 8 ഇന്നിംഗ്സുകളിൽ നിന്ന് ആകെ 205 റൺസ് മാത്രമേ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതൊരു വലിയ ഡ്രോബാക്ക് തന്നെയാണ്. മാത്രമല്ല, കരുണിന് പകരം ഇപ്പോൾ കൊണ്ടുവന്നത് മലയാളി കൂടിയായ ദേവദത്ത് പടിക്കലാണ്. ഒരു മലയാളി മറ്റൊരു മലയാളിക്ക് പകരം വന്നുള്ളൊരു അവസ്ഥയാണ്. ഇപ്പോൾ ദേവദത്ത് പടിക്കൽ നോക്കുമ്പോൾ ഓസ്ട്രേലിയക്കെതിരെ ഇപ്പോൾ ഒരു 150 റൺസ് എടുത്തുകൊണ്ട് മികച്ച രീതിയിൽ തന്നെ ഒരു സെഞ്ചുറിയൊക്കെ നേടിക്കൊണ്ടാണ് വരവറിയിച്ചത്. മാത്രമല്ല, കരുൺ നായരെ മീൻസ് ടീമിൽ നിന്ന് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കർ പറഞ്ഞത് കരുണിന് ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ദേവദത്ത് നല്ല ഫൈറ്റ് കൊടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ദേവദത്തിനായിരിക്കും ഒരു അവസരം എന്നുള്ള നിലയ്ക്ക് ഇനി പരിഗണിക്കാൻ പോകുന്നത്. പിന്നെ മാത്രമല്ല, 2 മത്സരങ്ങളും ഇന്ത്യയിലാണ്. ഒന്ന് അഹമ്മദാബാദിലും ഒന്ന് ഡൽഹിയിലുമാണ് മത്സരം നടക്കുന്നത്. ഒരുപക്ഷെ ഈ സീരീസിൽ കരുണ് നിലനിർത്തിയിരുന്നെങ്കിൽ അദ്ദേഹം ഇന്ത്യൻ മണ്ണിൽ ഒരുപക്ഷെ നല്ല പ്രകടനം കാഴ്ചവെക്കുമായിരുന്നു. കഴിഞ്ഞ വിജയ് ഹസാരെ ട്രോഫിയിൽ അദ്ദേഹം 6 മത്സരങ്ങളിൽ നിന്നും 664 റൺസാണ് വിജയ് ഹസാരെ ട്രോഫിയിൽ അദ്ദേഹം നേടിയത്. അതിൽ 5 സെഞ്ചുറിയാണ്. അതായത് അദ്ദേഹം ഒരു മത്സരത്തിൽ മാത്രമാണ് ഔട്ടായത്. അതായത് അതിന്റെ ആവറേജ് 664. അപ്പൊ അത്രയും മികച്ച ഫോമിൽ ഇന്ത്യൻ മണ്ണിൽ കളിച്ചൊരു താരമാണ്. അപ്പോൾ ഈ ഒരു സീരീസിൽ അദ്ദേഹത്തിന് അവസരം കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ശോഭിക്കുമായിരുന്നു. പക്ഷേ നമുക്കറിയാം, കരുണിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ട്രിപ്പിൾ സെഞ്ചുറിയാണ്. നജഫ് ഗഡ്ലെ സുൽത്താൻ, വീരേന്ദ്ര സെവാഗിന് ശേഷം ഇന്ത്യക്ക് വേണ്ടി ട്രിപ്പിൾ സെഞ്ചുറി നേടിയ താരമാണ് ഇംഗ്ലണ്ടിനെതിരെ. അതിനുശേഷം 8 വർഷത്തോളം അദ്ദേഹം പിന്നെ ഇടയ്ക്ക് ഫോം ഔട്ട് ആയിരുന്നു, ടീമിൽ നിന്ന് പോകുന്നു. പിന്നെ ഈ പ്ലീസ് ഗിവ് മീ വൺ മോർ ചാൻസ് ഡിയർ ക്രിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോസ്റ്റ് ഒക്കെ ഇടുന്നു. അത് ഭയങ്കര വൈറലാവുന്നു. പിന്നെ ആഭ്യന്തര ക്രിക്കറ്റിൽ അദ്ദേഹം തകർപ്പൻ ഫോമിൽ കളിക്കുന്നു. കഠിനമായൊരു പ്രയത്നമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അതിനുശേഷം ടീമിലേക്ക് എത്തി വീണ്ടും ഒരു പരമ്പരയ്ക്ക് ശേഷം തഴയപ്പെടുന്നൊരു കാഴ്ച. അതും എവേ സീരീസ് ആണെന്നും കൂടി നമ്മൾ ഓർക്കണം. ഇംഗ്ലണ്ടാണ്, അവിടുത്തെ കണ്ടീഷനിലാണ്.
ഡൊമസ്റ്റിക്കിലെ ഇന്ത്യൻ പിച്ചിലൊരു അവസരം കൂടിയും ദുരന്ത നായകനാണ് അല്ലേ? അതിൽ ഫോം അല്ലെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. പക്ഷെ ഇന്ത്യയിൽ അവസരം കൂടി കൊടുക്കണമായിരുന്നു MSK. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഏജ് നോക്കുമ്പോൾ 33-34 വയസ്സായി. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കരിയറിന്റെ തന്നെ അവസാനമാവാനാണ് സാധ്യത. നമ്മളിപ്പം ചില കഥകളിലൊക്കെ അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ കാണാം, ഇപ്പൊ ദുരന്ത പര്യവസായിയായ ഒരു എൻഡ് എന്നൊക്കെ പറയുന്നത് പോലെ. കാരണം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു അവസരം കൂടി കൊടുക്കാമായിരുന്നു. ഇങ്ങനെ ഒരു സീരീസിന് മാത്രമായിട്ടായിരുന്നു അദ്ദേഹം കഴിഞ്ഞ 2-3 ഡൊമസ്റ്റിക് പീരീഡുകളിൽ ഇത്രയും ഫോമിൽ കളിച്ചത്. എന്നിട്ട് വെറും 4 ടെസ്റ്റിന്റെ ഇടവേളയിൽ അതിലൊരു 50 ഉണ്ടായിരുന്നു. അദ്ദേഹം പൊരുതി നേടിയ ഒരു 50 കഴിഞ്ഞ സീരീസിലുണ്ടായിരുന്നു. അപ്പം കരുൺ നായരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇതൊരു കരിയർ എൻഡ് തന്നെയാണ്. കാരണം ദേവദത്ത് പടിക്കൽ വരുന്നു, മാത്രമല്ല ടീമിൽ ഉൾപ്പെടുത്തപ്പെടാത്ത പല താരങ്ങളുണ്ട്. സർഫറാസ് ഖാൻ ഒരു അവസരം അർഹിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹവും കഴിഞ്ഞ സീരീസിലൊക്കെ അതിനു മുമ്പ് ആഭ്യന്തര ക്രിക്കറ്റിൽ ഇപ്പം നല്ല ഫോമിലാണ്. കഴിഞ്ഞ ദിവസം ഒരു സെഞ്ചുറി അടിച്ചു. അപ്പം അദ്ദേഹം ടീമിൽ അവസരം വീണ്ടെടുത്തുകൊണ്ട് പൊതുവെ എല്ലാവരും പറഞ്ഞത് തടിയൻ ഒരു ബൾക്കി ആയിട്ടുള്ള സർഫറാസ് ഖാൻ ഒരുപാട് മാറിയിട്ടുള്ളൊരു താരമാണ്. അപ്പം അദ്ദേഹവും ഇപ്പം നല്ല ഫോമിലാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ. പക്ഷേ ദേവദത്ത് പടിക്കലും നല്ല ഫോമിലാണ്. പടിക്കലിന് അവസരം ലഭിച്ചു. പിന്നെയുള്ളത് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാക്കപ്പായിട്ട് ജഗദീശൻ വന്നു എന്നുള്ളതാണ്. ധ്രുവ് ജുറേലായിരിക്കും മിക്കവാറും ഫസ്റ്റ് വിക്കറ്റ്. ധ്രുവ് ജുറേലിനൊപ്പം ജഗദീഷിനും മികച്ച ഫോമിലാണ്. അദ്ദേഹം വന്നു. നിതീഷ് കുമാർ റെഡ്ഡി പരിക്കുമാറി തിരിച്ചെത്തിയിട്ടുണ്ട് ടീമില്. ഒപ്പം തന്നെ ഇനിയിപ്പോ ബൗളിംഗിലേക്ക് നോക്കുമ്പോൾ ബെസ്റ്റ് അവൈലബിൾ നമുക്കുള്ളത്. പിന്നെയുള്ളത് എനിക്ക് തോന്നിയത് മുഹമ്മദ് ഷമി ഇപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നൊക്കെ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ്. അതായത് പിന്നെ നമുക്കറിയാം 2023 ലോകകപ്പിൽ മികച്ച ഫോമിൽ അദ്ദേഹം കളിച്ചു. അതിനുശേഷം അദ്ദേഹം കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിൽ തിരിച്ചു വന്നു. പിന്നെ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ അദ്ദേഹത്തെ എടുക്കുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് സീരീസിൽ എടുക്കുമെന്നുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തെ അവിടെയും എടുത്തില്ല. പരിക്ക് കാരണം വേണ്ടത്ര ഫോമിൽ അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അദ്ദേഹം പരിക്കിൻ്റെ പിടിയിലാണോ എന്നറിയില്ല. ഇന്ത്യയിൽ നടക്കുന്ന ഒരു ടെസ്റ്റ് സീരീസിൽ ഇപ്പോൾ മുഹമ്മദ് ഷമിയുടെ പേര് പോലും ആരും പറയുന്നില്ല. അദ്ദേഹം തീർത്തും അവഗണിക്കപ്പെട്ടു. സെലക്ടർമാരുടെ റഡാറിൽ നിന്ന് മാറി എന്ന് തന്നെ വേണം കരുതാൻ. മേ ബി കരുൺ നായരെ പോലെ ഒരു കരിയർ എൻഡ് മുഹമ്മദ് ഷമിക്കും വന്നിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ IPL അടുത്ത IPL ഒരു ഗംഭീര തിരിച്ചുവരവ് അദ്ദേഹം നടത്തേണ്ടതുണ്ട്. പിന്നെ ഇപ്പോൾ വേറൊരു കാര്യം കൂടെ, ശ്രേയസ് അയ്യർ നമ്മൾ പ്രതീക്ഷിച്ചൊരു പേരായിരുന്നു. പക്ഷേ ശ്രേയസ് BCCയോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടു റെഡ് ബോൾ ക്രിക്കറ്റിൽ നിന്ന് ഒരു 6 മാസം വിശ്രമം വേണമെന്ന്. അത് പ്രധാനപ്പെട്ട ഒരു മത്സരത്തിന്റെ തലേദിവസമാണ് പറയുന്നത്. ശ്രേയസ് ഇഞ്ചുറിയുമായിട്ട് ബന്ധപ്പെട്ട കൺസേൺ തന്നെയായിരിക്കും ശ്രേയസിന് അത്രയൊരു തീരുമാനത്തിലേക്ക് പ്രേരിപ്പിച്ചല്ലേ? തീർച്ചയായിട്ടും ശ്രേയസിനും ഇതുപോലെ അവഗണിക്കപ്പെടുന്ന ഒരു താരമാണ്. അതായത് അജിത കാർക്കർ സെലക്ടറായിട്ടുള്ള ഒരു കമ്മിറ്റി ശ്രേയസ് അയ്യറിനെയും പല മത്സരങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പം തന്നെ ഏഷ്യ കപ്പിൽ ഉൾപ്പെടുത്താത്തതൊക്കെ വലിയ വിവാദമായിരുന്നു. അപ്പോൾ ശ്രേയസും തൽക്കാലത്തേക്ക് ഇപ്പോൾ റെഡ് ബോൾ ക്രിക്കറ്റിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പം പക്ഷേ ഇന്ത്യ A ടീമിന്റെ നായകനായിട്ട് അദ്ദേഹത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ ലിമിറ്റഡ് കളിച്ചിട്ട് പിന്നെ ടെസ്റ്റിന് വേണ്ട മാച്ച് ഫിറ്റ് ആകുമ്പോഴേക്ക് ഞാൻ തിരിച്ചു വരാം എന്നാണ് അദ്ദേഹം BCC അറിയിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സോഴ്സുകളിൽ നിന്നും. അപ്പോൾ ശ്രേയസ് പറഞ്ഞ പോലെ ഏഷ്യ കപ്പ് ടീമിൽ എല്ലാവരും ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ താരമായിരുന്നു. കാരണം പഞ്ചാബ് കിങ്സിനെ പോലെ ഒരു ടീമിനെ അദ്ദേഹം ലീഡ് ചെയ്തുകൊണ്ട് വരുന്നു. IPL ഫൈനലിൽ എത്തിക്കുന്നു. കിരീടം നേടിക്കൊടുത്തു. അതിൽ തന്നെ ബാറ്റ് കൊണ്ടും ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്കും മികച്ച പെർഫോമൻസ് ആണ് നടത്തിയത്. ഒരു നെക്സ്റ്റ് ക്യാപ്റ്റനായിട്ട് തന്നെ നമുക്ക് ഇന്ത്യൻ ടീമിൽ തന്നെ അവരോധിക്കാവുന്ന ഒരു നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു താരമാണ് ശ്രേയസ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇഞ്ചുറികൾ ഒരു താരത്തെ ഏതെല്ലാം തരത്തിൽ ബുദ്ധിമുട്ടിലാക്കും എന്നുള്ളതിന്റെ ഉദാഹരണം തന്നെയാണ് ശ്രേയസ്. ഒരു പക്ഷേ ശ്രേയസ് ഈ ടെസ്റ്റ് പരമ്പരയിൽ ഉണ്ടാകുമായിരുന്നു ഈ പറഞ്ഞ പോലെയുള്ള അഭ്യൂഹങ്ങളൊക്കെ. അതെ. പിന്നെ ഈ ടീം നോക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും ഇതൊരു ന്യൂ ഇന്ത്യൻ ടീമാണ്. കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് ടീമിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും മാറി നിന്ന ഒരു പരമ്പരയായിരുന്നു ഇംഗ്ലണ്ടിനെതിരെയുള്ള സീരീസ്. മുഹമ്മദ് ഷമിയും ഇല്ല. രവിചന്ദ്ര അശ്വിനും വിരമിച്ചിരുന്നു. അതായത് ഇന്ത്യൻ ടീമിൽ എപ്പോഴും കഴിഞ്ഞൊരു 10 പതിറ്റാണ്ടായിട്ട് സ്ഥിരമായിട്ടുണ്ടായിരുന്ന ആൾക്കാരൊന്നും ഇല്ല. ഈ ടീമിലേക്ക് നോക്കുമ്പോൾ ഒരു ജസ്പ്രീത് ബുംറയും രവീന്ദ്ര ജഡേജയും മാത്രമാണ് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ളത്. അപ്പം ഇന്ത്യ ഒരു തലമുറ മാറ്റത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം ഈ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ടീം നോക്കുമ്പോൾ. ഓപ്പണേഴ്സായി എന്തായാലും യശസ്വി ജയ്സ്വാൾ ഒരു ഭാഗത്തുണ്ടാകും. പിന്നെയുള്ളത് KL രാഹുൽ. അങ്ങനെയുള്ള നമ്മൾ ഒരു അപ്രതീക്ഷിതമായ ടീമോ കാര്യങ്ങളോ ഒന്നുമല്ല. ഋഷഭ് പന്ത് ഇല്ലാത്തത് തന്നെയായിരിക്കും ഒരു എന്താ പറയുക ഇന്ത്യ. അതെ, ഋഷഭ് പന്തും ഇല്ല. കരുൺ നായർക്ക് പകരം കരുൺ നായറിനെ വലിയൊരു താരമായിട്ടോ അല്ലെങ്കിൽ കരുൺ നായറിന് തീർച്ചയായിട്ടും കഴിഞ്ഞ സീരീസ് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഇനി അവസരം ഉണ്ടാവില്ല എന്ന തരത്തിലുള്ള ചർച്ചകളുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ടീമിനെ തന്നെയാണ് ഇന്ത്യ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഉറപ്പായിട്ടും. കാരണം അതിൽ വേറൊന്നും കൂടെ ഉണ്ട്. ഇപ്പോൾ ഈ ന്യൂസിലൻഡിനെതിരെ കഴിഞ്ഞ പരമ്പര നമ്മൾ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടതാണ്. അത് സ്വന്തം നാട്ടിലൊരു പരമ്പര ആ വിധം ദയനീയമായി തോൽക്കുന്നത് തീർച്ചയായിട്ടും വലിയ തിരിച്ചടി തന്നെയാണ്. അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടായിരിക്കും വെസ്റ്റ് ഇൻഡീസിനെ ഇപ്പോഴത്തെ വെസ്റ്റ് ഇൻഡീസിന് അത്ര
ചെറിയ ടീമായി പോലും കാണാതെ മികച്ചൊരു ടീമിനെ തന്നെ സജ്ജമാക്കുന്നത് തീർച്ചയായിട്ടും അത്തരം നാണക്കേടുകൾ ഒഴിവാക്കുക കൂടി വേണം. അതെ, ഇന്ത്യൻ മണ്ണിൽ വെസ്റ്റ് ഇൻഡീസ് ഒരു വലിയ ഫൈറ്റ് ഇന്ത്യക്ക് കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചത് ഈ കിവീസിനെതിരെയുള്ള 3-0 എന്നുള്ള വൈറ്റ് വാഷാണ്. അത് തന്നെ ഒരു വൺസിന്റെ അങ്ങനെ ഒരു സംഭവമാണ്. അതായത് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ന്യൂസിലാൻഡ് ഇന്ത്യയെ തോൽപ്പിക്കുന്നു. അപ്പോൾ വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പഴയ താരനിരകളോ പഴയ പ്രഭാവമോ ഒന്നും ഇല്ലാത്തൊരു വെസ്റ്റ് ഇൻഡീസാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വൈറ്റ് വാഷ് തന്നെ ആയിരിക്കാനാണ് സാധ്യത. ഒരു 2-0 എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 2-0 ഒരു പരമ്പര ഇന്ത്യ സ്വന്തമാക്കുന്നതാണ്. നോക്കാം, നമുക്ക് ശുഭ്മാൻ ഗില്ലിന്റെ നാട്ടിലെ അരങ്ങേറ്റവും വളരെ മികച്ചതായിട്ട് തന്നെ വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതുപോലെ ഗൗതം ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം, കാരണം ഗൗതം ഗംഭീർ ഇന്ത്യയുടെ കോച്ചായതിനു ശേഷം ടെസ്റ്റിൽ അദ്ദേഹത്തിന്റെ പ്രകടനം എന്ന് പറയുമ്പോൾ ഭയങ്കര വീക്കാണ്. ഇന്ത്യൻ ടീമിന്റെ ആകെ എടുത്തു പറയാനുള്ളത് ഈ ഇംഗ്ലണ്ടിനെതിരെയുള്ള സീരീസിലുള്ള ആ ഒരു മത്സരങ്ങളാണ്. 2-2 എന്നുള്ള രീതിയിൽ സമനില പിടിച്ചു എന്നുള്ളതാണ്. ആ സമയത്തും പരമ്പര നേടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഗൗതം ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിനെതിരെയുള്ള പരമ്പരയ്ക്ക് ശേഷം ഈ ഒരു പരമ്പര ആയിരിക്കും ഒരുപക്ഷെ അദ്ദേഹം അടുത്തത് നേടാൻ പോകുന്ന ഒരു പരമ്പര എന്ന് തോന്നുന്നു, കോച്ച് എന്ന നിലയിൽ. അതെ, ടെസ്റ്റിലും അദ്ദേഹത്തിനും പ്രൂവ് ചെയ്യിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സംശയങ്ങൾക്കും എല്ലാം മറുപടി വെസ്റ്റ് ഇൻഡീസിനെതിരായ 2 ടെസ്റ്റ് പരമ്പരയോടുകൂടി നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? ടാക്ടിക്സ് അവസാനിക്കുകയാണ്. ഈ ടീമിനെ കുറിച്ച് ഇന്ന് പ്രഖ്യാപിച്ച ടീമിനെ കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പങ്കുവയ്ക്കാം, അല്ലേ എസ് കെ? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താം. അതുപോലെ കരുൺ നായരെ ഉൾപ്പെടുത്താതിലുള്ള നിങ്ങളുടെ ധാർമ്മിക രോഷം പങ്കുവെക്കാം, എന്തും പങ്കുവെക്കാം, അല്ലേ? നമുക്കെപ്പോഴും നമ്മൾ സഞ്ജുവിനെ പറഞ്ഞ് നമ്മളുള്ള ടീമിനേക്കാളും ഇല്ലാത്തവരെ കുറിച്ചാണ് നമ്മൾ ചർച്ച കൂടുതൽ പോകുന്നതെന്ന് തോന്നുന്നു, അല്ലേ? എന്തായാലും ടാക്ടിക്സ് അവസാനിക്കുകയാണ്. പ്രിയ പ്രേക്ഷകർക്ക് നന്ദി.